ഹലോ നമസ്കാരം. സ്വാബാക്സിന്റെ ഒരു അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് അവതരിപ്പിക്കുന്നത്. 3-ൽ കൂടുതൽ ഡയറക്ടർ റെഫറൽ വരികയാണെങ്കിൽ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. പക്ഷെ അതിൽ നിന്ന് അല്പം ചേഞ്ച് ആയിട്ടാണ് പുതിയ നമ്മുടെ അപ്ഡേറ്റഡ് പ്ലാൻ നമ്മൾ ലോഞ്ച് ചെയ്യിച്ചിട്ടുള്ളത്. കാരണം നമുക്ക് 3/9 മാട്രിക്സ് പ്ലാൻ ആയിരുന്നു, ഫോഴ്സ്ഡ് മാട്രിക്സ് പ്ലാൻ ആയിരുന്നു നമ്മൾ ആദ്യം ഉപയോഗിച്ചത്. പക്ഷേ അതിൽ 9 ലെവൽ കംപ്ലീറ്റ് ആകുമ്പോൾ അവർക്കൊരു ലിമിറ്റഡ് ഇൻകം മാത്രമായിരിക്കും. എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്കും വർക്ക് വളരെ മിതമായിട്ട് ചെയ്യുന്നവർക്കും ഒരേ രീതിയിലുള്ള ഇൻകമാണ് അവിടെ ലഭിച്ചിരുന്നത്. എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നവർ തന്നെ ആകുക എന്നതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാമിൽ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ളത്. നമ്മൾ മാക്സിമം ഡയറക്റ്റ് സെയിൽസ് നടത്തുന്നതിലൂടെയാണ് നമുക്ക് കമ്മീഷൻ കൂടുതൽ ലഭിക്കുന്നത്. കൂടാതെ ഇവിടെ ഒരു അഡീഷണൽ പാസീവ് ഇൻകം പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 9 ലെവലുകളിൽ നിന്നാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ മിനിമം 3/9 മാട്രിക്സ് പ്ലാൻ ആണ്. അതായത് 3 പേര് മിനിമം നമുക്ക് ഫസ്റ്റ് ലെവലിൽ ഉണ്ടായിരിക്കണം. പക്ഷേ ഓരോ വ്യക്തികളും 3 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 9 ലെവലിൽ ടോട്ടൽ കിട്ടുന്നത് നമുക്ക് ഏകദേശം 15 ലക്ഷം രൂപയാണ്. അവിടെ ഒരു ലിമിറ്റഡ് ഇൻകം ആയിരുന്നു. പക്ഷേ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ കൂടുതൽ റെഫറൽസ് വരുന്നു. 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് അവർക്ക് ഈ 9 ലെവലുകൾ അവരുടെ കംപ്ലീറ്റ് ആയി. പിന്നീട് പുതിയ മെമ്പേഴ്സ് വരുമ്പോൾ 10-11 ലെവലിൽ പോകുമ്പോൾ അവരിൽ നിന്ന് ഡയറക്റ്റ് കമ്മീഷൻ അല്ലാതെ പാസീവ് ഇൻകമായിട്ട് അവരിൽ നിന്ന് യാതൊരു വരുമാനവും കിട്ടുന്നില്ല എന്ന ഒരു കാരണം പലരും നമ്മളോട് പറഞ്ഞതനുസരിച്ച് നമ്മൾ പ്ലാനിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം പ്രോഫിറ്റ് ആണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. 3/9 മാട്രിക്സ് പ്ലാനിലൂടെ മാത്രമാണ് ഓരോ വ്യക്തികളും 3 പേരെ മാത്രമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 15 ലക്ഷത്തോളം ഒരു ലിമിറ്റഡ് ആണ്. പക്ഷേ ഇപ്പം അൺലിമിറ്റഡ് ഇൻകം കിട്ടുന്ന രീതിയിലാണ് നമ്മളെ പ്ലാനിൽ ചേഞ്ച് വരുത്തിയിട്ടുള്ളത്. പക്ഷേ ഓട്ടോപൂളിൽ 3/9 മാട്രിക്സ് പ്ലാൻ തന്നെയായിരിക്കും. ഓട്ടോപൂൾ ക്ലബ്ബുകൾ എന്ന് പറയുന്നത് ബ്രൗൺസ്, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം, ഡയമണ്ട് ആൻഡ് ക്രൗൺ ഓട്ടോപൂൾ ക്ലബ്ബുകളുണ്ട്. അവിടെ സീനിയോറിറ്റി അനുസരിച്ച് ചെല്ലുന്നവർ മാത്രമായിരിക്കും അവിടെ ചെല്ലുന്നത്. അപ്പോൾ ബ്രൗൺസ് ക്ലബിലേക്ക് നമ്മൾ പോകണമെങ്കിൽ പ്രീമിയം ക്ലബിൽ 120 ആളുകളുടെ ടീം കംപ്ലീറ്റ് ആകുന്നവരാണ് അവര് 1 ടൈം സബ്സ്ക്രിപ്ഷൻ കൊടുത്ത് അവര് ബ്രൗൺസ് ക്ലബിലേക്ക് പോകുന്നത്. പ്രീമിയം ക്ലബിന്റെ പ്ലാൻ ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. മാക്സിമം ബെനിഫിറ്റ് കിട്ടത്തക്ക രീതിയിലാണ് പുതിയ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും വർക്ക് ചെയ്യുന്നവർ മാത്രമാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ അവർ സക്സസ് ആകുന്നത്. ഇതൊരു MLM കമ്പനി അല്ലാത്തത് കൊണ്ട് അവർക്ക് പവർ ലെഗിന്റെ ആ ഒരു ഓപ്ഷൻ ഇവിടെ ലഭിക്കുന്നില്ല. അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ മാക്സിമം ഡയറക്റ്റ് സെയിൽസിൽ മാത്രമാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ ബെനിഫിറ്റ് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇൻകം ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഏതൊരു വ്യക്തി ഈ ബിസിനസ്സിലേക്ക് വന്നാലും മിനിമം 3 മെമ്പേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നത് നിർബന്ധമാണ്. ഈ ഒരു വ്യക്തി ഇവിടെ ജോയിൻ ചെയ്യുന്നു, അദ്ദേഹം 3 ഡയറക്റ്റ് റെഫറൽ കൊണ്ടുവന്നു. മിനിമം 3 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ 3 സെയിൽസുകൾ നടത്തിയെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന് പാസീവ് ഇൻകത്തിന് എലിജിബിൾ ആകത്തുള്ളൂ. 3 ഡയറക്റ്റ് റെഫറൽ കമ്പൽസറി ഫോർ ഗെറ്റിംഗ് പാസീവ് ഇൻകം. അതായത് എന്റർപ്രണർ മന്ത്ലി റിവാർഡ്സ് ലഭിക്കണമെങ്കിൽ മിനിമം 3 മെമ്പേഴ്സിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കണം. അതിനുശേഷം നമുക്ക് 3-ൽ കൂടുതൽ മെമ്പേഴ്സ് ആണ് വരുന്നതെങ്കിൽ അവർ ഫസ്റ്റ് ലെവലിലായിരിക്കും അത് പോസ്റ്റ് ആകുന്നത്. ആദ്യ സമയങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്ന ആ പ്ലാൻ അനുസരിച്ച് ആ 9 ലെവൽ കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു ലിമിറ്റഡ് ഇൻകത്തിലേക്ക് ഒതുങ്ങുകയാണ്. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ വരുമാനം കിട്ടുന്ന അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്ലാനിന്റെ ആ ഒരു കോൺസെപ്റ്റ് വീണ്ടും നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പൊ ഇത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളതാണ്. എല്ലാവരും അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ മാക്സിമം ഡയറക്റ്റ് റെഫർ ചെയ്യുന്നവരായിരിക്കും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഒരുപക്ഷെ പല രീതിയിലുള്ള പവർ ലെഗുകൾ കിട്ടും. പക്ഷേ ഇവിടെ അങ്ങനത്തെ പവർ ലെഗ് ലഭിക്കത്തില്ല. പക്ഷേ ടീമിൽ നിന്നുള്ള പാസീവ് ഇൻകം അച്ചീവ് ചെയ്യുന്നെങ്കിൽ ഓരോ വ്യക്തികളും മാക്സിമം ഡയറക്റ്റ് സെയിൽസ് നടത്തുന്നതിലൂടെ അപ്പം വലിയൊരു ടീം അവിടെ ക്രിയേറ്റ് ആകുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഡയറക്റ്റ് ഫസ്റ്റ് ലെവലിൽ 3 അല്ല ഒരു 10 പേരെയാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആ 10 പേര് നമ്മുടെ ഫസ്റ്റ് ലെവലിൽ തന്നെ ആയിരിക്കും പോസ്റ്റ് ആകുന്നത്. അതിനുശേഷം വരുന്ന വ്യക്തികൾ ഏത് രീതിയിലാണ് പോസ്റ്റ് ആകുന്നത് നോക്കുക. അപ്പോൾ ഈ ഓരോ വ്യക്തികളും മിനിമം 3 പേരെ വീതമെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വളരെ വലിയൊരു ഇൻകമാണ് നിങ്ങൾക്ക് ഇവിടുന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഓരോ വ്യക്തികളും 3-ൽ കൂടുതൽ ആളുകളെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും വളരെ നമുക്ക് ഉപരിയായിട്ടുള്ള ഒരു ഇൻകമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഉദാഹരണത്തിന് ഫസ്റ്റ് ലെവലിൽ നമുക്ക് 10 മെമ്പേഴ്സ് ഉണ്ട്. സെക്കൻഡ് ലെവലിൽ ഓരോ വ്യക്തികളും 3 പേരെ വീതം മാത്രമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ 10 × 3 30 മെമ്പേഴ്സ് ആണ് നമ്മുടെ സെക്കൻഡ് ലെവലിൽ വരുന്നത്. അവിടുത്തെ പാസീവ് ഇൻകം എന്ന് പറയുന്നത് ടോട്ടല് ഇവിടെ ആദ്യത്തെ ലെവലിൽ 10 പേരിൽ നിന്ന് നമുക്ക് 500 രൂപ, സെക്കൻഡ് ലെവലിൽ 30 പേരിൽ നിന്ന് 50 രൂപ വീതം കിട്ടുന്നു, 1500. ടോട്ടൽ നമുക്ക് 2000 രൂപയാണ് ഇവിടെ ലഭിക്കുന്നത്. തേർഡ് ലെവലിൽ ഈ 30 മെമ്പേഴ്സ് 3 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് 90 മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പം 4500 രൂപ ടോട്ടൽ നമ്മുടെ ഇൻകം വരുന്നത് 6500 രൂപ. അതിനുശേഷം 4-ാമത്തെ ലെവലിൽ 90 പേര് 3 പേരെ വീതം മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 270 മെമ്പേഴ്സ് ഉണ്ടാവും. 13500 രൂപ
ടോട്ടൽ നമുക്ക് 20,000 രൂപയാണ് വരുമാനം. 5ാമത്തെ ലെവലിൽ നമുക്ക് 270 പേര് 3 പേരെ വീതം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 810 മെമ്പേഴ്സ് ആവും. അങ്ങനെ 40,500 രൂപയാണ് ഇവിടെ ടോട്ടൽ നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 60,500 രൂപയാണ്. 6ാമത്തെ ലെവലിൽ നമുക്ക് 3 മെമ്പേഴ്സ് ഈച്ച് ഓരോ വ്യക്തികളും കൊണ്ടുവരികയാണെങ്കിൽ 2,430 മെമ്പേഴ്സ് 1,21,500 രൂപയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. കാരണം നമ്മളാണ് മാക്സിമം ആളുകളെ കൊണ്ടുവന്നത്. അതിന് താഴെയുള്ള ഓരോ വ്യക്തികളും മിനിമം 3 പേരെ വീതെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ ഇതേ രീതിയിലായിരിക്കും വരുമാനം ലഭിക്കുന്നത്. അങ്ങനെ 9 ലെവലിന്റെ വരുമാനം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എത്രമാത്രം നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവരുന്നുണ്ട് അതിന്റെ ഡിപ്പെൻഡിൽ നമുക്ക് ഇൻകം കൂടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വരുന്ന ഓരോ വ്യക്തികളും അവരുടെ 3D മാട്രിക്സ് മാത്രമാണ് അഡോപ്റ്റ് ചെയ്യുന്നതെങ്കിൽ പോലും 49 ലക്ഷം രൂപയാണ് ഇവിടെ 9 ലെവൽ കംപ്ലീറ്റ് ആകുമ്പോൾ ലഭിക്കുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ മൈ ഏണിംഗ്സിൽ ഒരു കാൽക്കുലേറ്റർ ഇൻബിൽഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ നിങ്ങളെ ഇന്ന് കാണിക്കാം. അതുകൂടെ കണ്ട് മനസ്സിലാക്കുക. വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളതാണ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് നടത്തുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ലഭിക്കുന്നത്. ടീം ബിൽഡ് ആകുന്നതിലൂടെ വളരെ വലിയൊരു പാസീവ് ഇൻകം ഏൺ ചെയ്യാനും കൂടെ ഇവിടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ വ്യക്തികളും കൂടുതൽ മാക്സിമം വർക്ക് ചെയ്യുന്നവരെയാണ് നമുക്ക് ഇവിടെ ആവശ്യം വരുന്നത്. ഇനി വെബ്സൈറ്റിൽ നമുക്ക് കാൽക്കുലേറ്ററിലൂടെ നമുക്ക് ഇത് കൂടുതൽ മനസ്സിലാക്കാം. ഇവിടെ വെബ്സൈറ്റിൽ ഞാൻ ഒരു ID ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മൊബൈലിൽ നോക്കുന്നവരാണെങ്കിൽ ഇതേ രീതിയിലായിരിക്കും കാണിക്കുന്നത്. ഇവിടെ മൈ ഓൾ ഏണിങ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പാസീവ് ഇൻകം കാൽക്കുലേറ്റർ എന്ന ഒരു ഓപ്ഷനിലേക്ക് പോകുന്നുണ്ട്. ഈ പാസീവ് ഇൻകം കാൽക്കുലേറ്റർ എങ്ങനെയാണ് നമുക്കിവിടെ നോക്കി മനസ്സിലാക്കാം. ഇതായത് നമ്മുടെ ലെവലാണ്. ഫസ്റ്റ് ലെവലിൽ 3 മെമ്പേഴ്സിനെ മാത്രമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ലെവലിൽ നമുക്ക് 150 രൂപയാണ് നമുക്ക് പാസീവ് ഇൻകം ലഭിക്കുന്നത്. അത് നമുക്ക് ടോട്ടൽ നമ്മുടെ ടീമിൽ 9 ലെവലാകുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 14,76,150 രൂപ. അതേസമയം നമ്മൾ ഫസ്റ്റ് ലെവലിൽ നമ്മൾ 10 മെമ്പേഴ്സിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 10 മെമ്പേഴ്സിന്റെ താഴെ അവർ ജസ്റ്റ് 3 പേരെ വീതമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ സെക്കൻഡ് ലെവലിൽ നമുക്ക് 30 പേരുണ്ടാവും. തേർഡ് ലെവലിൽ 90 പേര്, 270 പേര്, 810 പേര്, അങ്ങനെ 9 ലെവൽ ആകുമ്പോൾ നമ്മുടെ 9ാമത്തെ ലെവലിൽ 65,000 പേര് കാണും. ഓരോ വ്യക്തികളും മിനിമം 3 പേരെങ്കിലും വീതം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ടോട്ടൽ വരുമാനം എന്ന് പറയുന്നത് 49,20,000 രൂപയാണ്. അതേസമയം നമ്മൾ ഫസ്റ്റ് ലെവലിൽ കൊണ്ടുവരുന്ന ആ 10 വ്യക്തികൾ വീണ്ടും ഒരു 10 പേരെ വീതം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരും നമ്മളെപ്പോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. അവരൊരു 10 പേരെ വീതം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് താഴെയുള്ളവരെല്ലാവരും 3 പേരെ വീതം മാത്രമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വരുമാനം വളരെ വലിയൊരു ഇൻകത്തിലേക്കാണ് മാറുന്നത്. 1,64,00,000 രൂപയാണ് നമുക്ക് ഒരു മാസം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അതേസമയം നമ്മുടെ തേർഡ് ലെവലിലുള്ള വ്യക്തികൾ 100 പേര് അവര് ഒരു 10 പേരെ വീതം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വരുമാനം നമ്മുടെ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം നമുക്ക് വരുമാനമാണ് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ 10 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അറിയാൻ പറ്റും ടോട്ടലായിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത് 5,56,00,000 രൂപയാണ് ഒരു മാസം കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. അതിൽ എത്രമാത്രം പേര് മാക്സിമം ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. മാക്സിമം സെയിൽസ് നടത്തുന്നതിലൂടെയാണ്, അല്ലെങ്കിൽ മാക്സിമം അവര് റെഫർ ചെയ്യുന്നതിലൂടെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ കൂടുതൽ ഇൻകം ലഭിക്കുന്നതും അതുപോലെ തന്നെ പാസീവ് ഇൻകം ലഭിക്കുന്നതും. നമ്മുടെ ടീമിന്റെ വർക്ക് കൊണ്ട് വളരെ വലിയൊരു ഇൻകമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ടീമിനെ ഹെൽപ്പ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ റെഫറൽ ഉണ്ടെങ്കിൽ, മറ്റുള്ള 3 പേരെ മിനിമം കൊണ്ടുവന്നവരാണെങ്കിൽ അവർക്ക് 2-3 പേരെ കൂടെ അവരുടെ ഫസ്റ്റ് ലെവലിൽ നമുക്ക് ചേർത്ത് കൊടുക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഓരോ വ്യക്തികളും അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കണം. നമ്മുടെ ഒരു MLM കമ്പനിയല്ല, അതുകൊണ്ട് നമുക്കൊരു പവർ ലെഗ് ഇവിടെ ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ രീതിയിലുള്ള ആ ഒരു പ്ലാനിൽ നമ്മൾ മാറ്റം വരുത്തിയിരിക്കുകയാണ്. അതായത് മാക്സിമം ബെനിഫിറ്റ് ഇതിൻ്റെയൊക്കെ ഒരു 5%, 10% ഒക്കെ വർക്ക് മാത്രമാണ് നടക്കുന്നതെങ്കിൽ പോലും വളരെ വലിയൊരു ഇൻകം ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. മാക്സിമം ആളുകളെ റെഫർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെവലിൽ തന്നെ ഒരു പോസ്റ്റ് ആകുമ്പോൾ വളരെ വലിയൊരു ഇൻകമാണ് അവിടെ അച്ചീവ് ചെയ്യുന്നത്. ഓരോ വ്യക്തികളും ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. ഓരോ വ്യക്തികളും പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ബിസിനസ്സുകൾ എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ഓരോ വ്യക്തികളും ഹാർഡ് വർക്ക് ചെയ്യുക എന്നത് ഇവിടെ കമ്പൽസറിയാണ്. കമ്പൽസറി അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത്തരം ബിസിനസ്സുകളിൽ സക്സസ് ആകാൻ പറ്റുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ മാക്സിമം റെഫർ ചെയ്യുന്നതിലൂടെയാണ് മാക്സിമം ബെനിഫിറ്റ് ലഭിക്കുന്നത്. അത് ടീമിലേക്ക് ഡിപ്ലോയ് ആകുന്നില്ല. അവർ നമ്മുടെ ഫസ്റ്റ് ലെവലിൽ തന്നെ ആയിരിക്കും. ടീമിലേക്ക് ഡിപ്ലോയ് ആകുമ്പോൾ വളരെയധികം മടിയന്മാരായിട്ടുള്ള ആളുകൾ നമ്മുടെ ടീമിൽ വന്നിരിക്കും. അവർ വർക്ക് ചെയ്യാതെ അവർ നോക്കിയിരിക്കത്തേ ഉള്ളൂ അപ്ലൈൻ്റെ വർക്ക് കൊണ്ട് നമുക്ക് സഹായം ലഭിക്കട്ടെ എന്ന്. അവരുടെ താഴെ വരുന്നവർക്ക് പോലും അവർ ഹെൽപ്പ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റത്തില്ല. അപ്പം വർക്ക് ചെയ്യുന്നവരുടെ മാത്രം ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വളരെ വലിയൊരു ഇൻകം ലൈഫ് ലോങ് ലഭിക്കുന്ന ഒരു പ്രോഗ്രാമാണിതിൽ. മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഉള്ളതുകൊണ്ട് എവരി മന്ത് നമുക്ക് ഇൻകം ലഭിക്കുന്നതാണ്. അപ്പം മാക്സിമം കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ ബിസിനസ് എത്തിക്കുക. മാക്സിമം ഡയറക്റ്റ് റെഫറൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.